വീണ്ടും തളിർത്തു എന്ന കഥയുടെ തുടർഭാഗം. ക്ഷേത്രത്തിൽ വെച്ച് അവിചാരിതമായി പ്രതാപിൻ്റെ അച്ഛനെയും അമ്മയും കാണാനിടയാകുകയും അയാളുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ സുസ്മിതയോട് അവർ പറയുകയും ചെയ്തു. സമയം പോയതറിഞ്ഞില്ല. അവസാനം അവർ പറഞ്ഞു, ആകട്ടെ ഞങ്ങളുടെ കഥ പറഞ്ഞ് മോളെ ബോറടിപ്പിച്ചു എന്നല്ലാതെ കുട്ടിയെക്കുറിച്ച് ഒന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതെന്താ? അത് മറ്റൊരിക്കലാവട്ടെ, ഞാൻ പറഞ്ഞു. മോളുടെ ഹോസ്റ്റൽ എവിടെയാണ്? ഞങ്ങൾ അവിടെയാക്കാം. വേണ്ട സർ, ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ പോയിക്കോട്ടെ സർ. നിൽക്കൂ കുട്ടി. എന്താ? താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ പേരൊന്ന് പറയൂ. ഇടയ്ക്കൊന്ന് കാണുവാൻ വേണ്ടിയാണ്. ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ സർ? തീർച്ചയായും, അദ്ദേഹം പറഞ്ഞു. ഹോസ്റ്റലിൻ്റെ പേര് നവജീവൻ എന്നാണ്. ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. മനസ്സിൽ നിന്നും ആ കുടുംബത്തിൻ്റെ അവസ്ഥ മറക്കാൻ കഴിയുന്നില്ല. ശ്യാമയോട് ഈ വിവരം ഞാൻ പറഞ്ഞു. മുഴുവൻ കേട്ടതിന് ശേഷം ശ്യാമ പറഞ്ഞു, ഓ, ഇനി എടുത്ത് തലയിൽ വയ്ക്കാൻ ഒരു കാരണമായി. എൻ്റെ പൊന്നു പെണ്ണെ, നീ നിൻ്റെ കാര്യം ശ്രദ്ധിക്കേ. ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ നിനക്കില്ലേ? ഉച്ചയ്ക്ക് അർപ്പിതിൻ്റെ ഫോൺ വന്നു. സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ആ കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. പണം സൂക്ഷിച്ച് ചെലവ് ചെയ്യണം. എവിടെങ്കിലും 10 സെൻറ്റ് സ്ഥലവും മേടിച്ച് ഒരു വീടൊക്കെ വെച്ച് എന്നിട്ടൊരു വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കണം. ഇല്ല ടീച്ചർ, അർപ്പിത് പറഞ്ഞു. ഞാൻ ടീച്ചറിനെ പോലെ പഠിക്കാൻ താല്പര്യമുള്ള പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്താനാണ് ആഗ്രഹം. ഉടൻ ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, മോൻ്റെ ചിന്ത നല്ലതാണ്. പക്ഷേ മോന് ഒരു തുണ ആവശ്യമാണ്. ജീവിതം ഒന്നും ആയിട്ടില്ല. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നും. പിന്നീട് നഷ്ടബോധം തോന്നാനിടവരരുത്. പറ്റുന്നത് പോലെ ആരെയെങ്കിലുമൊക്കെ സഹായിച്ചുകൊള്ളൂ. ഇതിനിടയിൽ സ്വന്തം ജീവിതം മറന്നു കളയരുത്. ശരി ടീച്ചർ, ടീച്ചർ പറയുന്ന പോലെ ചെയ്യാം. ഉടനെ തന്നെ ശ്യാമ പറഞ്ഞു, ഇതാരായി ഉപദേശിക്കുന്നത്? സ്വന്തം ജീവിതത്തിൽ കൂടെ ആ ഉപദേശം സ്വീകരിച്ചാൽ കൊള്ളാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച മേട്ടൻ വന്നു പറഞ്ഞു, സുസ്മിത ടീച്ചർക്ക് വിസിറ്റേഴ്സ് ഉണ്ട്. എനിക്കോ? അതാരാ? ശ്യാമ, അർപ്പിത്. ഈ 2 പേരല്ലാതെ എന്നെ തേടി ആര് വരാനാ? എന്തായാലും താഴോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ കണ്ടത് പ്രഭാകരമേനോനെയും ഭാര്യയുമാണ്. ഒരു നിമിഷം ഒന്ന് അമ്പരന്നു. പിന്നെ ചിരിച്ചെന്ന് വരുത്തി. എന്താ സാർ? ഒന്നുമില്ല, ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി എന്ന് മാത്രം. ഞാൻ ഉടനെ പറഞ്ഞു, ഇവിടെ ക്യാൻറ്റീനുണ്ട്, നമുക്കോരോ ചായ കുടിക്കാം. ഞാൻ ചായ വരുത്തി കൊടുത്തു. അതിനുശേഷം ചെറിയ രീതിയിൽ കുശലാന്വേഷണം നടത്തി. ഞങ്ങൾ യാത്ര പറയാൻ വന്നതാ. നാളെ ഞങ്ങൾ മടങ്ങും. ഇടയ്ക്ക് കാണാം. കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണോ? അതെ. പെട്ടെന്ന് അവരുടെ മുഖം വാടി. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഒരുപാട് ചോദ്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് ആ ഒരൊറ്റ ഉത്തരം. പിന്നീട് അധിക സമയം അവർ അവിടെ നിന്നില്ല. യാത്ര പറഞ്ഞിറങ്ങി. അവർ പോകുന്നത് ഞാൻ നോക്കി നിന്നു. തിരിച്ചു നടക്കുമ്പോൾ അവരെന്തിനാവും തന്നോട് യാത്ര പറയുന്നത്? എന്തേലും ആവട്ടെ. വീണ്ടും പഴയതുപോലെ സ്കൂളും ഹോസ്റ്റലും തന്നെ ജീവിതം. ഒരു ദിവസം ഉച്ചയൂണ് കഴിക്കുവാൻ കൈ കഴുകുവാൻ ഇറങ്ങിയതാണ്. പെട്ടെന്നാണ് തൻ്റെ മുൻപിൽ കൂടി ഒരു കാർ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് കയറി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നത്. അതിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടതേ ഞാൻ ഞെട്ടി. അത് അയാളായിരുന്നു, പ്രതാപ്. പിന്നെ ഞാൻ സ്ഥലകാലം നോക്കാതെ ഓടി എൻ്റെ സ്റ്റാഫ് റൂമിൽ കയറി. ഞാൻ വല്ലാതെ വിറയ്ക്കുന്നതും വിയർക്കുന്നതും കണ്ട് കൂടെയുള്ള സ്റ്റാഫുകൾ ചോദിച്ചു, എന്തു പറ്റി ടീച്ചർ? എന്താ, വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല. കൂജയിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു. പിന്നീട് അയാളുടെ വണ്ടി കടന്നു പോകുന്നത് വരെ എനിക്ക് ജീവനില്ലായിരുന്നു. അന്ന് വൈകിട്ട് ഹൈസ്കൂളിലെ നിഷ ടീച്ചർ പറഞ്ഞു, ഇന്ന് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു DO. അയാൾ എല്ലാം ചെക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് നിലം തൊടാൻ നേരം കിട്ടിയില്ല. അപ്പോൾ അയാൾക്ക് വട്ടില്ല, ഞാൻ മനസ്സിലോർത്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദിവസം വീണ്ടും പ്രതാപിൻ്റെ അമ്മയെ കാണുവാനിടയായി. അടുത്ത ഭാഗവുമായി